നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇനി ജനകീയ വാർത്താ നേരമാണ്. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവ എന്താണെന്ന് പരിശോധിക്കുന്നു, അവ അധികൃതരുടെ മുന്നിലേക്ക് വെക്കുന്നു. ഇതാണ് പൊതുജനം കഴുതല്ല സാർ എന്ന ഈ പരിപാടിയോട് ഉദ്ദേശിക്കുന്നത്. പ്രേക്ഷകർക്ക് അറിയാം, ഇത് ഒരു സംയുക്ത വാർത്താ യാത്രയാണ്. ഒരു മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഓരോ വിഷയങ്ങളിലും ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ആരംഭിക്കുന്നു. പൊതുജനം കഴുതയല്ല സാർ. സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. മഴക്കാലമാണ്, ഒരു പെരുമഴക്കാലം തന്നെ എന്ന് പറയാം. കാരണം കാലവർഷം നേരത്തെ ഇങ്ങെത്തി. അതിന്റെ ബുദ്ധിമുട്ടുകൾ ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുകയാണ്. ഇതാ നേരെ പോകുന്നത് കണ്ണൂരിലേക്കാണ്. അവിടെ ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം, അത് കണ്ണൂർ കുപ്പം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ 6-ാം ദിവസവും അതിന്റെ ആശങ്കയൊന്നും ഒഴിഞ്ഞിട്ടില്ല എന്നതാണ് വലിയ വാർത്തയെ ഇടപിടിക്കുന്നത്. മണ്ണിടിച്ചിൽ തടയാനുള്ള ശ്രമത്തിനിടെ വീണ്ടും വ്യാപകമായി അവിടെ മണ്ണിടിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആ പ്രദേശത്തെ എല്ലാ ആൾക്കാരെയും ഒരു മുൾമുനയിലാക്കിയിരിക്കുന്നത്. പ്രശ്നപരിഹാരത്തിന് ദ്രുതഗതിയിലുള്ള ശ്രമം നടക്കുമെന്ന് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ആ സ്ഥലം സന്ദർശിച്ച ശേഷം ഇന്ന് പ്രതികരിക്കുകയും ചെയ്തു. ഒരു റിപ്പോർട്ട് കാണാം. മഴയൊന്ന് പെയ്തു തുടങ്ങിയപ്പോൾ ദേശീയപാതയിലെ കുപ്പത്ത് എന്താണ് സംഭവിച്ചത്? നിർമ്മാണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ പ്രദേശവാസികൾ അപകടം ചൂണ്ടിക്കാണിച്ചിരുന്നു. കുന്നിടിച്ചു പാത നിർമ്മിച്ചയിടം ഇപ്പോൾ പൂർണ്ണമായി തകർന്നടിഞ്ഞു. വെള്ളവും ചെളിയും വീടുകളിലേക്ക് ഒലിച്ചിറങ്ങി ദുരിതം നേരിട്ടത് നിരവധി കുടുംബങ്ങൾ. കുന്നിടിക്കുമ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല. DPRൽ തന്നെ അപാകതയുണ്ടെന്ന് ദേശീയപാത അതോറിറ്റി തന്നെ സമ്മതിച്ചതാണ്. വെള്ളവും ചെളിയും ഒലിച്ചിറങ്ങി ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് തടയാൻ ഡ്രൈനേജ് സംവിധാനവും ഒരുക്കിയില്ല. ഇനി അത് അതിവേഗത്തിൽ പൂർത്തീകരിക്കുമെന്നാണ് ജില്ലാ കളക്ടറുടെ വിശദീകരണം. ഇന്ന് ഇപ്പോൾ നമ്മളിവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് അവർ 2-3 കാര്യങ്ങൾ നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. ഒന്ന്, ഡ്രെയിനേജ് അവർ കണക്ട് ചെയ്യാം, ഇവിടേക്കുള്ളൊരു ലെവൽ കണക്ട് ചെയ്യാം എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റോഡിൻ്റെ അലൈൻമെൻറ്റിൻ്റെ ഹൈറ്റിൻ്റെ അലൈൻമെൻറ്റിൻ്റെ കാര്യവും നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു എക്സ്പേർട്ട് ഇന്ന് ഈ വൈകുന്നേരം ഇവിടെ കണ്ണൂർ വരും. ഇതിൽ ഫർദറായിട്ട് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരുടെ കൺസൾട്ടേഷനോട് കൂടി ഫൈനലൈസ് ചെയ്തൊരു പ്ലാൻ തരുന്നതാണ് അവർ അറിയിച്ചിട്ടുള്ളത്. മണ്ണിടിച്ചിൽ തടയാൻ ഇതുപോലെ മെറ്റൽ നിരത്തി മണ്ണിന് ബലം നൽകാനാണ് ശ്രമം. എന്നാൽ നമ്മൾ കാണുന്നത് പോലെ ഏറ്റവും മുകൾ ഭാഗത്താണ് ഇന്ന് മണ്ണിടിച്ചിലുണ്ടായത്. അത് തടയാൻ ഇതുകൊണ്ട് സാധിക്കണമെന്നില്ല. അതിന് മറ്റു പരിഹാര മാർഗങ്ങൾ കണ്ടേ തീരൂ. പ്രദേശവാസികളുടെ ആശങ്ക ഇതുവരെ ഒഴിഞ്ഞിട്ടില്ല. പ്രശ്നപരിഹാരം ഉടൻ ഉണ്ടായില്ലെങ്കിൽ വീണ്ടും പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഇപ്പോൾ ഈ കാണുന്ന ഈ ദൃശ്യം കാരണം വെച്ചാൽ ഇന്നലെ ഒരു ചെറിയ ഇടിച്ചിലാണ് ഉണ്ടായത്. ഞങ്ങൾ കഴിഞ്ഞ ഒരു 2-3 ദിവസം മുന്നേ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഇടിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുകൾ ഭാഗം ഇടിയും. അപ്പോൾ 10-40 കുടുംബങ്ങൾക്ക് ഒരു ഭീഷണിയാകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അവരതൊരു ഗൗരവത്തിലെടുക്കുന്ന ഒരു പ്രശ്നമില്ല. പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കുക എന്നതിന് തന്നെയാണ് മുഖ്യ പരിഗണന നൽകേണ്ടത്. അതിനുശേഷം ഇവിടെ എന്തു സംഭവിച്ചു, ആർക്ക് വീഴ്ച സംഭവിച്ചു എന്നതിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാവണം. കുപ്പത്ത് നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ഷിരൂരിലെ ആ വലിയ മണ്ണിടിച്ചിലൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. അത് എത്രമാത്രം വലുതായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ അത്രമാത്രം വലുതല്ലെങ്കിൽ കൂടി അവിടുത്തെ ആശങ്ക അതുപോലെ നിൽക്കുന്നു. ഇനിയും കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ, കൂടുതൽ മഴ ശക്തമായി വരുമ്പോഴത്തേക്കും കൂടുതലിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ എന്നതാണ് ആ പ്രദേശവാസികളെ വലിയ ആശങ്കയിലാഴ്ത്തുന്നത്. എന്തായാലും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കാത്ത വിധത്തിൽ ആ നിർമ്മാണം മുന്നോട്ട് പോവുകയും വേണം. അപ്പോൾ എന്താണ് ഇതിന് പരിഹാരം? അതാണിപ്പോൾ ജില്ലാ ഭരണകൂടം അടക്കം അതിൽ ആലോചിക്കുന്നത്. ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ ഒഴുകി കേരള തീരത്ത് അടിയുന്നു എന്ന് ഇതിനോടകം പ്രേക്ഷകർ മനസ്സിലാക്കിയിട്ടുണ്ട്. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം എന്നീ ജില്ലകളുടെ തീരമേഖലയിൽ 30-ലേറെ കണ്ടെയ്നറുകളാണ് അടിഞ്ഞിരിക്കുന്നത്. നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും പ്രദേശവാസികൾ അതൊന്നും പാലിക്കുന്നില്ല എന്ന ആക്ഷേപങ്ങളുണ്ട്. അത് മാധ്യമങ്ങൾ വഴിയും തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയും ഒക്കെ തന്നെ നേരിട്ട് ഈ പ്രദേശവാസികളെല്ലാം അറിയിച്ചതാണ്. അത് നേരത്തെ തന്നെ അറിയിച്ചതുമാണ്. പക്ഷേ എന്നിട്ടും പലപ്പോഴും പ്രദേശവാസികൾ ആ നിയന്ത്രണങ്ങളെല്ലാം മറികടന്ന് മുന്നോട്ട് പോകുന്നു. എന്താണ് ഈ കണ്ടെയ്നറുകൾ എന്നറിയാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അത് വലിയ രീതിയിൽ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അധികാരികൾ പറയുന്നത്. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ വ്യാപകമായി കപ്പലിന്റെ അവശിഷ്ടങ്ങളും കണ്ടെയ്നർ അവശിഷ്ടങ്ങളും അടിയുകയാണ്. ഇതുവരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാധനങ്ങളും കരയ്ക്കടിഞ്ഞതായി കണ്ടെത്തിയിട്ടില്ല. പക്ഷേ കരുതൽ വേണമെന്നാണ് നിർദ്ദേശം.
കൊല്ലത്തെ തീരങ്ങൾക്ക് പിന്നാലെ വർക്കല, അഞ്ചുതെങ്ങ് തീരങ്ങളിലേക്കും കണ്ടെയ്നറുകൾ അടിഞ്ഞു. കണ്ടെയ്നറുകളിൽ നിന്ന് ബോക്സുകളും മറ്റു ചില വസ്തുക്കളും തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ വ്യാപകമായി അടിയുന്നുണ്ട്. കടൽ തീരത്ത് അങ്ങോളം ഇങ്ങോളം വെള്ളത്തരികളുടെ രൂപത്തിലുള്ള പദാർത്ഥം തീരത്തടിഞ്ഞു. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള പോളിയെത്തിലീൻ പെല്ലറ്റുകളാണെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് അധികൃതർ അറിയിച്ചു. തീരമേഖലയിൽ നല്ല ശ്രദ്ധ വേണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 33 കണ്ടെയ്നറുകളാണ് തീരത്ത് ഇതിനകം കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തീരദേശ മേഖലയിൽ നല്ല അലർട്ട് ഉണ്ടാകണം. കടലിലെത്തിയ വസ്തുക്കൾ എങ്ങനെ സമുദ്രാവാസ വ്യവസ്ഥയെ ബാധിക്കുമെന്നറിയാൻ വിശദമായ പഠനം വേണമെന്ന് വിദഗ്ധർ. മത്സ്യസമ്പത്തിന് ഇപ്പം നമുക്കൊന്നും പറയാനാകത്തില്ല. നമ്മൾ ഇത് കടലിൽ കൊണ്ടുപോയി ഇതിൻ്റെ ശാസ്ത്രീയ വിശകലനം നടത്തി ഇത് കാൽഷ്യം കാർബൈഡ് ആണോ, ആണെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ എത്ര, ഇതിൻ്റെ കോൺസെൻട്രേഷൻ ഇത്രയാണെങ്കിൽ ഇത് മത്സ്യങ്ങളെ എങ്ങനെ ബാധിക്കും, ഇത് കഴിക്കുന്ന മത്സ്യങ്ങളെ കഴിക്കുന്ന മനുഷ്യർക്ക് ഇതെങ്ങനെ ബാധിക്കുമെന്ന് ശാസ്ത്രീയ വിശകലനം നമ്മുടെ ലബോറട്ടറിയിൽ നടത്തിയതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ചൊരു സത്യം നമുക്ക് വെളിപ്പെടുത്താനാകൂ. അതിന് ഒരു ദിവസം സമയമെടുക്കും. അതേസമയം തീരത്തടിഞ്ഞ വസ്തുക്കളുടെ സമീപത്തേക്ക് പോകരുത് എന്ന നിർദ്ദേശം പാലിക്കപ്പെടുന്നില്ല. ഒഴുകി നടക്കുന്ന വസ്തുക്കൾ വരെ കടലിലേക്ക് ഇറങ്ങി കരയിലേക്ക് വലിച്ചു കയറ്റുന്നവരുമുണ്ട് തീരമേഖലയിൽ. തിരുവനന്തപുരം തീരത്തേക്കടിഞ്ഞ കണ്ടെയ്നറുകൾ എങ്ങോട്ടേക്ക് മാറ്റണമെന്നതിൽ തീരുമാനമായിട്ടില്ല. ഇത്തരത്തിൽ കണ്ടെയ്നർ അവശിഷ്ടങ്ങളും കപ്പലിന്റെ അവശിഷ്ടങ്ങളും എല്ലാം തീരത്തടിയുമ്പോൾ സ്വീകരിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് നിരന്തരമായി തന്നെ ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും ബോധവൽക്കരണം നടത്തുന്നുണ്ട്. പക്ഷെ പല സ്ഥലങ്ങളിലും ഇത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ള വസ്തുതയും നിലനിൽക്കുന്നു. ഷൈജു ചാവശ്ശേരിക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. അതും അങ്ങനെയാണല്ലോ, കൗതുകം അല്പം കൂടുതലാണ് മലയാളിക്ക് എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യരുത്, അതിലെന്താണെന്ന് അറിയാതെ അതിനടുത്തേക്ക് പോകരുത് എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വളരെ മുൻപേ തന്നെ അധികാരികൾ നൽകിയെങ്കിലും പലപ്പോഴും പലരും അത് പാലിക്കാതെ മുന്നോട്ട് പോകുന്നത് ഒരുപക്ഷെ അപകടത്തിനിടയാക്കിയേക്കാം. ഒരുപക്ഷെ അത്തരം അപകടങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അത് അപകടത്തിന് കാരണമായേക്കാം എന്നാണ് അത് പറയുന്നത്. അതുകൊണ്ട് ആ നിയന്ത്രണങ്ങൾ അതുപോലെ പാലിക്കുക, നിർദ്ദേശങ്ങൾ അതുപോലെ അനുസരിക്കുക എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ ചെയ്യാനുള്ളത്. എന്തായാലും അത് കസ്റ്റംസ് എല്ലാം ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നവയാണ് അത്തരം കൺസൈൻമെൻറ്റുകളെല്ലാം, ആ കണ്ടെയ്നറുകളെല്ലാം എന്ന തീരുമാനത്തിൽ അവയെല്ലാം കസ്റ്റംസ് കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവർക്ക് അർഹതപ്പെട്ടതാണ്, അല്ലെങ്കിൽ അവരാണ് അതിൻ്റെ മറ്റ് കാര്യങ്ങൾ, അതിൻ്റെ കൈകാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കസ്റ്റംസ് ആണ്. അതുകൊണ്ടാണ് ഈ പോർട്ടിലേക്ക് അടുപ്പിക്കുന്നത്. പിന്നീട് അവിടുന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വന്നത് എന്താണെന്നൊക്കെ തിട്ടപ്പെടുന്നു. അപ്പോൾ ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു തടസ്സവും സൃഷ്ടിക്കരുത് എന്ന് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയതുമാണ്. പലരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് അവധി നാളെ ആലപ്പുഴയിൽ ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ആലപ്പുഴയിൽ അവധിയൊന്നും നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ ആകെ അവധിയുള്ളത് വയനാട് ജില്ലയിലാണ്. അവിടെ എല്ലാ ഈ പറയുന്ന പോലെ ട്യൂഷൻ സെൻ്ററുകൾ, മറ്റ് മദ്രസകൾ, അങ്കണവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ, അതായത് 28/5/2025 അവധിയാണെന്ന് ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് അവധി പ്രഖ്യാപനങ്ങളൊന്നും ഇതുവരെയും വന്നിട്ടില്ല. ഇനി നമുക്ക് മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാം. സംസ്ഥാനത്ത് പലയിടങ്ങളിൽ നിന്ന് തെരുവുനായ ആക്രമണത്തിന്റെ വാർത്തകൾ അത് കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ കോട്ടയത്തേക്കാണ് പോകുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം വൈക്കത്ത് വീണ്ടും തെരുവുനായ ശല്യം രൂക്ഷമാവുന്നു എന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. ഇതിനോടകം നിരവധി പേരാണ് തെരുവുനായയുടെ ആക്രമണത്തിനിരയായത്. ABC പദ്ധതി അടക്കമുള്ള നടപടികൾ കൃത്യമായി നടപ്പാക്കുന്നതിൽ വൈക്കം നഗരസഭയ്ക്കെതിരെ പ്രതിഷേധവും ആ മേഖലയിൽ ശക്തമായിരിക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവരെ വരെ തെരുവുനായ കടിച്ചു കീറിയിരുന്നു. അന്ന് വലിയ ഭീതിയിലായിരുന്നു നാട്ടുകാർ കഴിഞ്ഞിരുന്നത്. തുടർന്ന് വാക്സിനേഷൻ നടപടിയിലൂടെയും തെരുവുനായകളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റിയുമാണ് പ്രശ്നത്തിന് പരിഹാരം കണ്ടത്. എന്നാൽ ഇപ്പോൾ വീണ്ടും വൈക്കത്ത് തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. വൈക്കത്ത് ക്ഷേത്ര പരിസരത്തും KSRTC സ്റ്റാൻഡിലും ബീച്ചിലും എന്ന് വേണ്ട താലൂക്ക് ആശുപത്രി പരിസരത്തുമെല്ലാം തെരുവുനായകൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. നിരവധി പേരെ ഇതിനോടകം തെരുവുനായ ആക്രമിക്കുകയും ചെയ്തു. തെരുവുനായ്ക്കളുടെ ശല്യം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വടക്കേമുറി വില്ലേജിൻ്റെ തൊട്ടടുത്ത് മതിലിടാൻ വന്നൊരു പയ്യനെ പിടിച്ച് നായ കടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ഇനിയിപ്പം സ്കൂൾ തുറക്കാൻ പോകുന്നു കുട്ടികളിലാണെങ്കിലും അതുപോലെ മറ്റ് യാത്രക്കാരാണെങ്കിലും ഒക്കെ അവരുടെയൊക്കെ ഭയങ്കര ദുരിതമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണിത്. ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് വേണ്ട നടപടി എടുത്തില്ലെങ്കിൽ വളരെ
നാശത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാൻ നഗരസഭ മുന്നോട്ട് വരുന്നില്ലെന്ന ആക്ഷേപം ശക്തമായിട്ടുണ്ട്. ABC പദ്ധതി നടപ്പാക്കാനും ഷെൽട്ടറുകൾ സ്ഥാപിക്കാനും നഗരസഭ മടി കാണിക്കുന്നുവെന്നാണ് ആരോപണം. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ നഗരസഭയിൽ പ്രതിഷേധവും ഇതേ തുടർന്ന് അരങ്ങേറി. നഗരസഭയിലെ ഭൂരിപക്ഷം കൗൺസിലർമാരും തങ്ങളുടെ വാർഡുകളിലെ തെരുവുനായ ശല്യത്തെക്കുറിച്ച് പരാതി ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നും നായകളെ കൊണ്ടുവന്ന് വൈക്കം മേഖലയിൽ തള്ളുന്നതായും നാട്ടുകാർ പരാതിപ്പെടുന്നു. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ വിദ്യാർത്ഥികൾക്കും തെരുവുനായ ശല്യം വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് ഉയരുന്ന ആവശ്യം. അരുൺ നിണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ഇത് കോട്ടയത്തെ മാത്രം പ്രശ്നമല്ല എന്ന് ഒരുപാട് പേർ പറയുന്നു. സത്യമാണ്, എല്ലാ ജില്ലകളിലും ഈ രീതിയിൽ പലയിടങ്ങളിൽ നിന്നായി അത്തരം വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്ക് പത്തനംതിട്ടയിലേക്ക് പോകാം. എന്താണ് അവിടുത്തെ സാഹചര്യം എന്ന് നോക്കാം. ഇതേ സമാനമായ സാഹചര്യം അവിടെയും ഉണ്ട് എന്നാണ് നമ്മുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തെരുവുനായ ശല്യം രൂക്ഷമാകുമ്പോഴും സ്വന്തമായി പത്തനംതിട്ട ജില്ലയിലുള്ള ആകെ ഒരു ABC സെന്ററാണ്. അത് ABC സെന്റർ ഇല്ല എന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ച് 1.5 വർഷം കഴിഞ്ഞിട്ടും അത് പ്രവർത്തനക്ഷമമായിട്ടില്ല, അല്ലെങ്കിൽ പ്രവർത്തന യോഗ്യമായിട്ടില്ല എന്നതാണ് അവിടുത്തെ പരാതി. എവിടെയും എത്താതെ പോകുന്നു ആ നിർമ്മാണം. 1 കോടി രൂപ ചെലവിൽ അത്യാധുനിക സംവിധാനത്തോടുകൂടി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പണി എപ്പോൾ തീരുമെന്ന് ചോദിക്കുമ്പോൾ ജില്ലാ പഞ്ചായത്ത് കൈമലർത്തുകയാണ്. വേഗത്തിൽ പദ്ധതി പൂർത്തിയാക്കുമെന്ന് മാത്രമാണ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന തെരുവുനായ ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ കർശന നടപടി ഉണ്ടാകുമെന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് പറയുന്നത്. എന്നാൽ മലയോര ജില്ലയായ പത്തനംതിട്ടയിൽ തെരുവുനായ പ്രതിരോധവുമില്ല, പ്രതിരോധ സംവിധാനങ്ങളുമില്ല. ജില്ലയിൽ കഴിഞ്ഞ 1 വർഷത്തിനിടെ തെരുവുനായ ആക്രമണത്തിൽ 100-ലധികം പേർക്കാണ് പരിക്ക് സംഭവിച്ചത്. നാടെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാതെ ആകെ തെരുവുനായ ശല്യം. തെരുവുനായ ശല്യം രൂക്ഷമാകുമ്പോഴും ജില്ലയ്ക്ക് സ്വന്തമായൊരു ABC സെന്റർ ഇല്ല. മുൻപ് താൽക്കാലിക ഷെഡിൽ വന്ധീകരണം നടത്തിയിരുന്നെങ്കിലും ഇപ്പോൾ അതും നിർത്തി. തിരുവല്ല പുളിക്കീഴിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ABC സെന്ററിന്റെ നിർമ്മാണം തുടങ്ങിയിട്ട് വർഷം 1.5 പിന്നിട്ടു. 40 സെന്റ് ഭൂമിയിൽ 2 നില കെട്ടിടത്തിലാണ് പദ്ധതി. ചിലവ് 1 കോടി രൂപയും. മാർഗനിർദ്ദേശപ്രകാരം ശീതീകരിച്ച ഓപ്പറേഷൻ തിയേറ്റർ അടക്കം സൗകര്യങ്ങളും ഉണ്ടാകും. അത്തരം ക്രമീകരണങ്ങൾക്കും ഉപകരണങ്ങൾക്കുമായി പണം വേറെയും അനുവദിക്കും. ഇത്രയും സൗകര്യത്തോടെ സെന്റർ പ്രവർത്തനം തുടങ്ങാൻ ഇനി എത്ര നാൾ വേണ്ടിവരുമെന്നതിനാണ് ഉത്തരമില്ലാത്തത്. ഈ ജില്ലയിൽ വ്യാപകമായ വർധനവാണ് ഈ തെരുവുനായികൾ ഉണ്ടായിരിക്കുന്നത്. ആ വർധനവ് നിയന്ത്രിക്കുന്നതിൽ ഇവിടുത്തെ ഭരണകൂടം പരാജയപ്പെട്ടിരിക്കുന്നു. നഗരസഭയായാലും എല്ലാ കുടുംബശ്രീ അടക്കമുള്ളവരെ ഏൽപ്പിച്ചിരുന്നെങ്കിലും അത് നടപ്പിൽ വരുത്താൻ കഴിഞ്ഞിട്ടില്ല. സ്കൂൾ തുറക്കുന്ന ഈ സമയത്ത് ഈ വന്ധീകരണം അത്യാവശ്യമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത് നടപ്പിൽ വരുത്തണം എന്ന് തന്നെയാണ്. അതേസമയം നിർമ്മാണ പുരോഗതി വിലയിരുത്തിയെന്നും വേഗത്തിൽ പദ്ധതി പൂർത്തിയാകുമെന്നുമാണ് ജില്ലാ പഞ്ചായത്ത് നൽകുന്ന വിശദീകരണം. തെരുവുനായ ആക്രമണം രൂക്ഷമായ ജില്ലയിൽ ഒരു ABC സെന്റർ പോലും ഇല്ല എന്നത് അധികാരികളുടെ ഗുരുതര വീഴ്ചയാണ്. തെരുവുനായ ആക്രമണത്തിൽ പൊറുതിമുട്ടുന്ന ജനങ്ങൾക്ക് ഒരു ആശ്വാസം പകരാൻ ഒരു ഇടപെടൽ നടത്താൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണം. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം MV ജയശങ്കർ, 24, പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. വെൽക്കം ബാക്ക്. പൊതുജനം കഴുതല സാർ എന്ന പരിപാടി തുടരുകയാണ്. അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കാം. പ്രധാനമന്ത്രി ആവാസ് യോജന സർവേയിൽ വെള്ളം ചേർത്ത് തദ്ദേശ വകുപ്പ്. ലൈഫ് മിഷൻ പട്ടികയിൽ ഉൾപ്പെട്ടവർ മാത്രം സർവേയിൽ മതിയെന്നും പുതിയ ആരെയും ഉൾപ്പെടുത്തരുത് എന്നും സർക്കാർ നിർദ്ദേശം നൽകി. തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് സർക്കാർ നൽകിയ കത്തിന്റെ പകർപ്പ് 24 ലഭിച്ചു. സർക്കാരിന്റെ നിലപാടിനെ തുടർന്ന് ലൈഫ് പട്ടികയ്ക്ക് പുറത്തുള്ള ഭവനരഹിതർ പ്രതീക്ഷയറ്റ നിലയിലാണ്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന ഭവന നിർമ്മാണ പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. PMAY ലിസ്റ്റിൽ ആവശ്യത്തിന് ഗുണഭോക്താക്കളില്ലാത്തതിനാൽ കേന്ദ്ര സർക്കാർ 2025 ഏപ്രിൽ മുതൽ പുതിയ സർവേ ആരംഭിച്ചു. കേന്ദ്ര മാനദണ്ഡങ്ങൾ പ്രകാരം അർഹരായ മുഴുവൻ ഭവനരഹിതരെയും നേരിൽ കണ്ട് വിവരങ്ങൾ ആവാസ് സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്ത് ജിയോ ടാഗ് ചെയ്യണമെന്നാണ് നിർദ്ദേശം. എന്നാൽ 6 വർഷം മുമ്പ് സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ തയ്യാറാക്കിയ വീടില്ലാത്തവരുടെ ലിസ്റ്റിൽ നാളിതുവരെ ധനസഹായം ലഭ്യമാകാത്തവരെ മാത്രം പുതിയ സർവേയിൽ ഉൾപ്പെടുത്തിയാൽ മതിയെന്നാണ് സംസ്ഥാന സർക്കാർ നിലപാട്. ഇക്കാര്യം അറിയിച്ച സർക്കാർ തദ്ദേശഭരണ പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് അയച്ച കത്താണ് ഈ കാണുന്നത്. ഇതോടെ ഒരു ലിസ്റ്റിലും ഉൾപ്പെടാത്ത നിരവധി ഭവനരഹിതർ സർവേക്ക് പുറത്തായി.
അർഹതയുള്ള മുഴുവൻ ഭവനരഹിതരെയും ഉൾപ്പെടുത്താനായി സർവേയുടെ കാലാവധി കേന്ദ്ര സർക്കാർ നീട്ടി നൽകിയിരുന്നു. നിലവിൽ ജൂൺ 6 സർവേ അവസാനിപ്പിക്കേണ്ട അവസാന തീയതി. ഒരു വീടെന്ന സ്വപ്നത്തിനായി കാത്തിരിക്കുന്ന തിരുവനന്തപുരം മടവൂരിലെ ലതികയെ പോലെ ആയിരക്കണക്കിന് പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. എന്നാൽ ആ പ്രതീക്ഷകൾക്ക് മേലേറ്റ പ്രഹരമാണ് സർക്കാരിൻ്റെ ഈ നടപടി. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും അത് വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നവർക്ക് ഏറ്റ അടി തന്നെയാണെന്ന് പറയാം. എന്തുകൊണ്ട് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോയി എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. എന്തായാലും കമന്റ് ബോക്സിൽ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ആ പ്രശ്നമായതുകൊണ്ടാണ് ഒരു പൊതുപ്രശ്നമായതുകൊണ്ടാണ് അത് വായിക്കുന്നത്. കറണ്ട് പോയിട്ട് 3 ദിവസമായി KSEBിയിൽ വിളിച്ചാൽ ഒന്ന് കിട്ടേണ്ടേ എന്ന് പറയുന്നു. ഇടുക്കി മുരികശ്ശേരി KSEB ഓഫീസിൽ അവിടുത്തെ നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ചു മടുത്തു. അവിടെ ഫോൺ എടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അവിടുത്തെ ആൾക്കാർ ഫോൺ എടുക്കാത്തത് എന്നതാണ് ചോദ്യം. അപ്പോൾ അത് ബന്ധപ്പെട്ടവർ കേൾക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തൊരു വാർത്തയിലേക്ക് പോവാം. 1 കോടിയിലേറെ മുടക്കി ഒന്നിനും പ്രയോജനം ചെയ്യാതെ കിടക്കുന്ന 2 വാഹനങ്ങളാണ് ഇപ്പോൾ ആലപ്പുഴ നഗരസഭയിലെ വിവാദ വിഷയം. ശുചിമുറി മാലിന്യം സംസ്കരിക്കാൻ 1 കോടിയിലേറെ രൂപ മുടക്കി ആലപ്പുഴ നഗരസഭ വാങ്ങിയ 2 മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ മാസങ്ങളായി വെറുതെ കിടന്ന് നശിക്കുകയാണ്. ഇനിയും പ്രവർത്തിപ്പിക്കാതെ കിടന്നാൽ കേടുപാടുകൾ സംഭവിച്ച് പ്ലാന്റ് പൂർണ്ണമായും പ്രവർത്തനരഹിതമാകും. ഇത് സംബന്ധിച്ച് പ്ലാന്റ് വിതരണം ചെയ്ത കമ്പനി മുന്നറിയിപ്പ് നൽകിയിട്ടും നഗരസഭയ്ക്ക് യാതൊരു കുലുക്കവുമില്ല. മാലിന്യ വിമുക്ത കേരളത്തിനായി കോടികൾ മുടക്കി വാങ്ങിയ 2 വാഹനങ്ങളാണ് മാസങ്ങളായി ഈ വിധം വെറുതെ കിടന്ന് നശിക്കുന്നത്. കനാലുകളും തോടുകളും നിറഞ്ഞ ആലപ്പുഴ നഗരത്തിൽ ശുചിമുറി മാലിന്യം വ്യാപകമായി ജലാശയത്തിലേക്ക് തള്ളുന്നുവെന്ന പരാതി വ്യാപകമാണ്. നാളുകളായി നാട്ടുകാരും നഗരസഭയിലെ പ്രതിപക്ഷവും ഉയർത്തുന്ന ആവശ്യവുമായിരുന്നു ശുചിമുറി മാലിന്യം സംസ്കരിക്കാനുള്ള ഒരു സംവിധാനം. ഒരു പ്ലാന്റിന് 48 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞ ജനുവരിയിലാണ് ആലപ്പുഴ നഗരസഭ 2 പ്ലാന്റുകൾ വാങ്ങിയത്. പ്ലാന്റിന്റെ വിലയ്ക്ക് പുറമെ മറ്റു ചെലവുകളും നഗരസഭ തന്നെ വഹിച്ചു. എന്നാൽ 1 കോടിയിലേറെ മുടക്കിയിട്ടും പ്ലാന്റിനെ പ്രയോജനപ്പെടുത്താൻ നഗരസഭയ്ക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അധികൃതരുടെ അലംഭാവമാണ് ഇതിന് പിന്നിലെന്ന് നഗരസഭ പ്രതിപക്ഷ നേതാവ് റീഗോ രാജു. സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വേണമെന്നൊരു ആവശ്യം നമ്മൾ മുന്നോട്ട് വെച്ചതാണ്. ഇതിൻ്റെ അകത്ത് ഈ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് മൊബൈൽ യൂണിറ്റുകളാണ് വാങ്ങിയത്. 2 വാഹനങ്ങൾ വാങ്ങി. അപ്പോൾ ട്രീറ്റ് ചെയ്ത ശേഷമുള്ള സോളിഡ് വേസ്റ്റ് കൊണ്ട് കളയുന്നതിനുള്ള സ്ഥലത്തിൻ്റെ കാര്യത്തിൽ വരെ തീരുമാനം എത്തിയതാണ്. അതിൽ കുറച്ച് പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടെങ്കിലും തീരുമാനം എത്തിയതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞൊരു 6 മാസക്കാലമായിട്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നഗരസഭയുടെ ഭരണം LDFനാണ്. നഗരസഭയുടെ ഇത്തരം കെടുകാര്യസ്ഥയ്ക്കെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം കൊണ്ടുവരുമെന്ന് കോൺഗ്രസ് ആലപ്പുഴ DCC അംഗം ബഷീർ കോയാപ്പറമ്പിൽ. കഴിഞ്ഞ 4 കൊല്ലമായി ഇത് തന്നെ തുടരുകയാണ്. എല്ലാം കാശ് കൊടുത്ത് മേടിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, കാശ് മേടിക്കുന്ന അഴിമതി നടത്തുക, ഇതൊക്കെയാണ് നഗരസഭ 4 കൊല്ലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം ഇത് വാങ്ങിയിട്ട് ഇപ്പോൾ ആലപ്പുഴ ടൗൺ ഹാളിൻ്റെ പുറകിൽ ഫ്രണ്ടിലെ റോഡിൽ ഇട്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്ലാന്റുകൾ വാങ്ങിയത്. ഏകദേശം 1/2 കോടി രൂപ വരും ഒരു വണ്ടിക്ക്. അതിൻ്റെ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാനുള്ള ചിലവൊക്കെ വേറെയാണ്. പക്ഷേ ഇത് പർച്ചേസ് ചെയ്തത് 48 ലക്ഷം രൂപയ്ക്ക് അടുത്താണ്. അങ്ങനെ 1 കോടിക്ക് അടുത്ത് രൂപ ചിലവാക്കി ആലപ്പുഴ മുനിസിപ്പാലിറ്റി സ്വന്തമാക്കി ഈ 2 വാഹനങ്ങൾ ശുചിമുറി മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള കാര്യങ്ങൾ. അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആലപ്പുഴയിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഹൗസ് ബോട്ടിലെ മേഖലയിലുമാണ്. അതൊന്നും പാലിക്കാൻ സാധിച്ചില്ല. അത് ഏതോ ഒരു 2-3 വകുപ്പുകൾ, മലിനീകരണ നിയന്ത്രണ ബോർഡുകൾ, വകുപ്പുകൾ തമ്മിലുള്ള ശീത സമരം കാരണം ഇത് ഉപേക്ഷിക്കപ്പെടുന്നില്ല, അവിടെ കിടക്കുകയാണ്. സെപ്റ്റിക് ടാങ്കിലെ ശുചിമുറി മാലിന്യത്തോടൊപ്പം നഗരസഭാ പരിധിയിലെ ഹൗസ് ബോട്ടുകളിലെ ശുചിമുറി മാലിന്യം കൂടി സംസ്കരിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ ഹൗസ് ബോട്ടുകളിലെ മാലിന്യം ശേഖരിക്കാൻ സാങ്കേതികമായ ഭേദഗതികൾ വരുത്തണമെന്നാണ് കമ്പനി അറിയിക്കുന്നത്. സംസ്കരിച്ച ശേഷം പുറത്തേക്ക് കളയുന്ന വെള്ളത്തെ സംബന്ധിച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡമാണ് പ്രധാന തടസ്സം. 1 മാസം പ്രവർത്തിപ്പിച്ചു എന്നാണ് നഗരസഭ അധികൃതർ വ്യക്തമാക്കുന്നത്. പിന്നീട് പ്ലാന്റിനുണ്ടായ സാങ്കേതിക പരിമിതികളാണ് മാലിന്യ ശേഖരണത്തിന് തടസ്സമെന്നാണ് നഗരസഭയുടെ വാദം. ഇവിടെ ആലപ്പുഴ നഗരസഭയും പ്ലാന്റ് നൽകിയ കമ്പനിയും 2 വാദങ്ങളാണ് ഉയർത്തുന്നത്. അപ്പോഴും മലിനീകരണ നിയന്ത്രണ ബോർഡ് പോലെയുള്ള ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചർച്ച ചെയ്യാതെയും ആവശ്യത്തിന് പഠനം നടത്താതെയും
എന്തിന് ഇത്രയും അധികം പണം മുടക്കി എന്ന ചോദ്യമാണ് ഉയരുന്നത്. മനീഷ് മഹിപാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതില്ല സാർ എന്ന പരിപാടിയുടെ ഇന്നത്തെ യാത്ര പൂർത്തിയാവുകയാണ്. കൂടുതൽ ജനകീയ വിഷയങ്ങളുമായി നാളെ ഇതേ സമയം കാണാം. ഇനി ഇലക്ഷൻ സ്പെഷ്യൽ ബുള്ളറ്റിൻ നിലമ്പൂർ. ഡോക്ടർ ഉന്മേഷ് രാമഞ്ചേരും പ്രേക്ഷകർക്കൊപ്പം.